സിനിമയൊക്കെ ഇപ്പൊ തിയേറ്ററിൽ എത്തിയതിനു ശേഷം പ്രൊമോഷനിലൊക്കെ ഇരുന്നല്ലോ. അപ്പൊ മറ്റേ ഷാനവാസിന് ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു ആക്ടേഴ്സിന്റെ കാര്യത്തിൽ. ഷാനവാസ് തന്നെ അടുത്ത് പോയി എന്നുള്ളതാണ് ഞാൻ എന്റെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അയ്യോ, ദിനേട്ടനിലേക്ക് എങ്ങനെയാണ് ആക്ച്വലി ഷാനവാസ് കഥ പറഞ്ഞത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു? അതിപ്പോ ഷെയ്ൻ ഇപ്പൊ നമ്മളാരും ഫസ്റ്റ് ചോയ്സ് ആയിരുന്നില്ല മറ്റേ ഷാനവാസ്. സത്യമാണ്. അപ്പൊ മറ്റു പല ആക്ടേഴ്സിനെ നോക്കിയിരുന്നു. അവരെന്നോട് പറയുകയുണ്ടായിരുന്നു ഇതേപോലെ പ്രൊജക്ട് ഉണ്ട്. അത് തന്നെ ഒരു പ്രാവശ്യം വിജയം വിളിച്ചിട്ട് ചോദിക്കുക. അപ്പൊ ഞാൻ ഉറുമ്പുകൾ ഉറങ്ങാറില്ല ചെയ്തോണ്ടിരിക്കുക, റോളിംഗ് ആണത്. അപ്പൊ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ ഈ രാജീവേട്ടനും വിജയനും വിശാലും അങ്ങനെ ഈ രാജീവേട്ടന്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇവരുടെ പരിപാടികളൊന്നും വിടില്ല. നമ്മൾ എന്ത് സാക്രിഫൈസ് ചെയ്തിട്ടാണെങ്കിൽ അത് കയറി പിടിക്കും. കാര്യം നമുക്കറിയാം ചില സിനിമകളുണ്ട്. ഇപ്പൊ നമ്മുടെ സിനിമയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ സന്തോഷം ഇപ്പൊ സിനിമ കണ്ടു ആളുകൾ അല്ലേ, ഒരുപാട് പേര് സിനിമ കാണുന്നുണ്ട്. ഇപ്പോഴും ഹൗസ്ഫുൾ ഷോസ് ആണ് ഈ കൊച്ചു സിനിമക്ക്. അപ്പൊ ഒരുപാട് ആളുകൾ സിനിമ കാണുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ഓവേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ഷെയ്ന് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്, എനിക്കും അപ്രീസിയേഷൻ വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒക്കെ അപ്പുറം ഉണ്ടല്ലോ നമുക്ക്, നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും ഒരു ചില സിനിമകൾ ഇത് ചെയ്യുമ്പോൾ അല്ലേ. അത് എന്താണ് അത് പറയാൻ പറ്റില്ല. അത് അല്ല, നമ്മള് നാളെ മരിച്ചു, ലൈക്ക് നമ്മള് മനുഷ്യരായതുകൊണ്ട് നമ്മൾ പോകും. പക്ഷെ സിനിമ ഇന്ന് നിലനിൽക്കും. എന്റെ ഏറ്റവും ഒരു തൃപ്തി സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ എന്നും മലയാള സിനിമയുടെ ചരിത്രത്തിലുണ്ടാവും അല്ലേ. ആ ഒരു അങ്ങനെ. അപ്പൊ എന്നെ വിളിച്ചപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു, അപ്പൊ ഞാൻ വിജയനോട് പറഞ്ഞു, വിജയ് എനിക്ക് അറിഞ്ഞൂടാ ഈ സിനിമയുടെ ഷൂട്ട് നടക്കുന്നത് ഇപ്പൊ തീരും എന്നൊക്കെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് അപ്പോ മറ്റേ ഷൂട്ട് മറ്റേ ഷെഡ്യൂൾ ആവണു, ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ പഴനി എപ്പിസോഡൊക്കെ. അപ്പൊ തന്നെ ഞാൻ വിജയനെ വിളിച്ചു, വിജയ് ഇതേപോലെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, നമുക്ക് എപ്പോഴാണ് ഷൂട്ട് തുടങ്ങുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞ ഡേറ്റും പുഷ് ചെയ്തിട്ടാണ് പിന്നെ ഷൂട്ട് തുടങ്ങിയിരിക്കുന്നത് അവിടെ. അങ്ങനെ പിന്നെ ഞാൻ മറ്റേ ആ ഗ്യാപ്പിൽ വന്ന് ഞാൻ ചെയ്തു. രണ്ടാമത് ഉറുമ്പുകളുടെ സ്കെഡ്യൂളിൽ പോകുമ്പോൾ ഞാൻ ഏതാണ്ട് കിസ്മത്തിന്റെ ലുക്കാണ്. പിന്നെ ഒരു വേറൊരു തരത്തിലെ വിഗ്ഗൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്, കാര്യം ചെറിയ പോർഷൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വിജയനോടൊരു വലിയൊരു കടപ്പാടാണ്. കാര്യം ഷാനവാസിനെ എനിക്ക് ഡയറക്റ്റ് അറിഞ്ഞുകൂടല്ലോ. എനിക്ക് തോന്നുന്നു ഷെയ്ന്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് വേറെ ആക്ടേഴ്സിനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആ ആക്ടറിന്റെ അവൈലബിലിറ്റി കുറവ് എന്തോ ആയിരുന്നു. അത് കഴിഞ്ഞ് രാജീവ് സാർ എന്നെ പറഞ്ഞത്, രാജീവ് സാർ പറഞ്ഞു എന്നാ ഷെയ്ൻ ചെയ്തോട്ടെ. അൻവർ എന്ന് പറഞ്ഞ ഞാൻ ചെറിയൊരു ഷോട്ടിൽ വന്നു. അപ്പൊ അൻവറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു സൗബിൻ. പിന്നെ സൗബിനായിട്ട് അപ്പൊ അങ്ങനെ എന്നെ രാജീവ് സാറിന്റെ അടുത്ത് അന്ന് അന്യ റസൂലിന്റെ സമയത്ത് ഞാനിങ്ങനെ സൗബിനോട് പറഞ്ഞു, സൗബിൻ പറഞ്ഞു ഞാനിങ്ങനെ അഭിനയിക്കണ്ടടാന്നൊക്കെ പറഞ്ഞിട്ടേക്കണേണ്. അപ്പൊ പുള്ളി അസിസ്റ്റ് ചെയ്യാൻ പടം ചെയ്യാനൊക്കെ നടക്കണേണ് ആ ടൈമില്. അപ്പൊ ഞാൻ ഇങ്ങനെ അഭിനയിക്കണ്ട. അപ്പൊ ഓക്കെ അടിപൊളി. അപ്പൊ ആരാന്ന് വെച്ചപ്പോ ദേവ്ഡി ഒക്കെ ക്യാമറയില് രാജീവ്. അപ്പൊ ഞാൻ ദേവ്ഡിയെ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫാൻ ആയിട്ടിരിക്കണേണ്. അങ്ങനത്തെ സീനാണ്. എനിക്കാണെങ്കിൽ സിനിമാറ്റോഗ്രാഫി ഒരു പരിപാടി താല്പര്യമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ജസ്റ്റ് സൗബിനോട് പറഞ്ഞു, സൗബിൻ എനിക്കൊന്ന് രാജീവ് സാറിനെ കണ്ടാക്കൊള്ളാന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, ദൂരെ എന്തായാലും കണ്ടാൽ മതി, കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ശരിയാ, നിന്നെ വിളിക്കാം, ഷൂട്ട് വരുമ്പോൾ വിളിക്കാം. എന്നിട്ട് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞത് എടാ ഒരു സംഭവം ഉണ്ട്, അത് ചെയ്യാൻ പറ്റുന്ന, അപ്പൊ നീ ഒന്ന് കാണാമെന്ന് വെച്ചു. എനിക്ക് കാണാന്നുള്ള മൈൻഡാണ് ആദ്യം. അവിടെ ചെന്നിട്ട് ഓക്കെ അപ്പൊ എന്നാ ശരി നമുക്ക് കാണാം. അപ്പൊ എപ്പോഴാണ് ഷെയ്ൻ്റെ അഭിനയിക്കാൻ എപ്പോഴാണ് സൗകര്യം എന്നൊക്കെ ഉള്ള സീനായിരുന്നു. ചിലപ്പോൾ സമയത്ത് എക്സാം നടക്കണ്ട. അപ്പോൾ അത് കഴിഞ്ഞ് ഓണം വെക്കേഷൻ വന്നിട്ടുണ്ട്. ആ 10 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ ഞാൻ ആ 10 ദിവസം ഗ്യാപ്പ് എന്നാൽ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞു അവിടെ. പിന്നെ പോയി ഇടിക്കാൻ പറഞ്ഞ പോയി ഇടിച്ചു എന്നുള്ള സീനായിരുന്നു. പുള്ളി ഇടിയായിരുന്നല്ലോ, എല്ലാം കുറെ ഇടി സീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് രാജീവേട്ടൻ്റെ ടീമിന്റെ ഒക്കെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ മധുചേട്ടൻ രാജീവേട്ടൻ അജിത്ത് ചേട്ടൻ ഇവര് എന്താ പറയാ ലൈക്ക് ഓൾ ഓവർ ഇന്ത്യ മോസ്റ്റ് വാണ്ടഡ് ടെക്നീഷ്യൻസ് ആണെന്ന് പറയാം അല്ലേ. അവർക്ക് ഇനി പ്രൂവ് ചെയ്യാനില്ല, അവരെല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ ഇവര് മനുഷ്യരോട് സംസാരിക്കുന്ന രീതി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഷെയ്ൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്ന ഒരാളോട് ചോദിക്കുക മറ്റേ ഏത് ടൈമിലായിരിക്കും സൗകര്യം. എനിക്ക് തോന്നുന്നു ഈ ഹ്യൂമാനിറ്റിയാണ് ഇവരുടെ സിനിമകൾ അല്ലേ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഷാനവാസിനെ വലിയ അഡ്വാൻറ്റേജ് ഇപ്പൊ സിനിമയിൽ ആളുകൾ എടുത്ത് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഭയങ്കര ഹ്യൂമൻ ആണ്, അല്ലെങ്കിൽ സത്യസന്ധമാണ്, ഹോണസ്റ്റ് ആണെന്ന് പറയുന്ന. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ട് വ്യക്തികളിൽ മനുഷ്യത്വം വേണം. സത്യം. ഇപ്പൊ രാജീവ് സാറിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏത് ടൈമിൽ വിളിച്ചാലും അപ്പൊ ഷെയ്നെ പറയാന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിക്കാനുള്ള അതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ആരും ചെയ്യണം. പിന്നെ അത് ഒന്ന് ആലോചിച്ച് നോക്കും. രാജീവ് സാറിന് പറഞ്ഞാൽ ഇത്ര അധികം
ഹിന്ദിയിലും എല്ലാ ഭാഷയിലും സാറിനെ അന്വേഷിക്കുന്നുണ്ടാവും ക്യാമറ ഇതും. അതൊക്കെ സാർ ഏറ്റവും ഞാൻ കണ്ടതിൽ വെച്ച് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ അല്ലെങ്കിൽ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു പേഴ്സൺ. ഞാൻ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന, ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് രാജീവ് സാർ. എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകള് ഇപ്പൊ എന്താ പറയാ പറയാറുണ്ട് പൊളിറ്റിക്സിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഭയങ്കര സോഷ്യലിസ്റ്റ് ആറ്റിറ്റ്യൂഡൊക്കെ നമ്മൾ സംസാരിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതും. മറ്റേ പ്രതികരണം മുഴുവൻ ഫേസ്ബുക്കിലാണ്. പക്ഷെ ലൈഫിൽ ഒന്നും അപ്ലൈ ചെയ്യാത്ത ഒരു മെജോറിറ്റി ക്രൗഡാണ് ഇപ്പൊ നമ്മൾ, അതായത് നമ്മളുടെ ഒരു ജനറേഷൻ അങ്ങനെ മെജോറിറ്റി ആളുകൾ കേട്ടോ. അവരുടെ ഇടയിൽ ശരിക്കും ഇവർ ജീവിക്കുന്ന ലൈഫ് ഉണ്ടല്ലോ, നമുക്ക് ഇവരുടെ വീട്ടിൽ പോയാലും അല്ലെങ്കിൽ എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഇവരുടെ ഒരു ഐഡിയോളജി അവർ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. സത്യമാണ് സാർ. ഭയങ്കര എന്താ പറയാ, അങ്ങനെ ഒരു എന്താ ഒരു ഭയങ്കര ആഷ് ബൂഷ് ജീവിതം ഒന്നും അല്ലല്ലോ. ഇവർക്ക് അത്രയും പൈസ ഉണ്ട്. ഇവർ ആ പൈസ ആക്ച്വലി നല്ല പടങ്ങൾക്ക് വേണ്ടി മുടക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പടങ്ങള് അല്ലെങ്കിൽ എന്താ പറയാ ഈ സൊസൈറ്റി, നേച്ചർ, അങ്ങനെ അവരുടെ ഐഡിയോളജി അവർ എന്താ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഒരു ഭയങ്കര യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് സിനിമ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.